കണ്ടോ? വീഡിയോയിൽ കണ്ടോ? ആ പേരെന്തോ ചേച്ചിയുടെ പേര്? പേര് മേരിയാ? മെഗ്ലിൻ. ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലം നമ്മുടെ ട്രിവാൻഡ്രം സിറ്റിയിൽ നിന്ന് ഏകദേശം 1 മണിക്കൂറോളം യാത്രയുണ്ട് കേട്ടോ. അപ്പോൾ ഈ പോകുന്ന വഴിയെല്ലാം അതിമനോഹരമായ സ്ഥലമാണ്. പോയവർക്കറിയാം. കാരണം നമ്മൾ ഈ പെരുമാതുറ, മുതലപ്പുഴി ഹാർബർ ഇതൊക്കെ കഴിഞ്ഞിട്ടാണ് ഈ അഞ്ചുതെങ്ങ് എന്ന് പറയുന്ന സ്ഥലത്തേക്ക് പോകുന്നത് കേട്ടോ. അപ്പോൾ ഒരു സൈഡിൽ കടലും ഒരു സൈഡിൽ കായലുമായിട്ട് ഭയങ്കര അതിമനോഹരമായ പ്രകൃതി ഭംഗിയുള്ള ഒരു സ്ഥലമാണ് ഈ റൂട്ട്. ഈ റൂട്ട് വെറുതെ പോയാൽ തന്നെ നമുക്ക് ഒരിക്കൽ പോലും നഷ്ടമാകുന്ന സ്ഥലമല്ല, അത്രയ്ക്കും മനോഹരമാണ് കേട്ടോ. അപ്പോൾ ഈ അഞ്ചുതെങ്ങ് ചന്തയെക്കുറിച്ച് പറയുവാണെങ്കിൽ അവിടെ ഈ ഹോൾസെയിലായിട്ട് ആൾക്കാർ കൊണ്ടുവയ്ക്കുന്ന മീൻ ഈ ചെറുകിടക്കാർ, അതായത് സ്ത്രീകളും ഈ വീടുകളിലൊക്കെ കച്ചവടം ചെയ്യാനുള്ളവരും ഒക്കെ വാങ്ങാൻ വേണ്ടി വരുന്ന ഒരു സ്ഥലമാണ് അവിടെ കേട്ടോ. റീറ്റെയിലായിട്ട് ഇതിനേക്കാൾ കൂടുതൽ ഹോൾസെയിലായിട്ട് മീൻസ് അവിടെ മീൻ കൊണ്ടുവച്ചിട്ട് ഇതുപോലെ ചെറിയ ആൾക്കാർ വന്ന് വാങ്ങുക. അപ്പോൾ അതാണ് അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ബിസിനസ് എന്ന് പറഞ്ഞാൽ. പിന്നെ ചന്ത അത്ര ഭയങ്കര വലിയ ചന്തയൊന്നുമല്ല. വേറെ പച്ചക്കറി അങ്ങനെയുള്ള സാധനങ്ങളൊന്നും തന്നെ അവിടെ ഇല്ല. മീൻ മാത്രമേ ഞാൻ കണ്ടോളൂ കേട്ടോ. ഇത് അഞ്ചുതെങ്ങ് ചന്തയാ? ഇവിടെ മീന് പിടിച്ചിട്ട് ഇവിടെ നിന്ന് പിടിക്കുന്നുണ്ടോ? കായൽ വഴി വരണത്. കുറവാണല്ലേ? ഇന്ന് മീൻ കുറവാണ്. ഇതാണ് അഞ്ചുതെങ്ങ് ചന്ത. മുതലപ്പുഴി ചന്തേര അവിടുന്ന് ഒരു 2 കിലോമീറ്റർ അപ്പുറത്താണ് ഈ അഞ്ചുതെങ്ങ് ചന്ത. ഉണ്ടോ? അഞ്ചുതെങ്ങ് ഗ്രാമപഞ്ചായത്ത്. കരുവാട് വാളക്കരുവാട്. ചായയാണോ പായസമാണോ ഇത്? എന്തോ പായസോ? ഞാൻ വിചാരിച്ച ചായയാണെന്ന്. ഇത് എത്ര രൂപ വെച്ച് പായസം? അടപ്പായസം അല്ലേ? അടപ്പായസം. ചായ അവിടെ ഉണ്ടല്ലേ? കൊഞ്ച്, പിന്നെ മത്തി. ഇവിടെ ഇങ്ങനെ കായലിൽ നിന്ന് വരുന്ന മീനാണ് കേട്ടോ. ഇത് ഏത് മീൻ കേട്ടോ? ഈ മീന് തെരച്ചി ചെറുതല്ലേ? ചെമ്പല്ലീര കുട്ടി, ചൂര. ഇത് ഈ സമയം തന്നെയാണ് കേട്ടോ. ഒരു 7 മണി ആ സമയം, 8 മണി വരെ ഉള്ളൂ. കൊഞ്ച്, വള്ളിക്കുഴിയാള. എൻ്റെ അടുത്താണോ പറഞ്ഞ? മീൻ എടുത്താ? ഇവിടെ കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് ആൾക്കാർ എടുക്കുന്നത് കേട്ടോ. ഈ വന്ന് നിൽക്കുന്ന സ്ത്രീകളൊക്കെ ഇല്ലേ, അപ്പോൾ അവർ വിൽക്കാൻ വേണ്ടിയിട്ട് കുറച്ച് കൂടുതൽ ക്വാണ്ടിറ്റിയാണ് എടുക്കുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് റേറ്റ് എനിക്ക് ചോദിച്ചിട്ട് അവർ പറയാത്തത്. മീൻസ് ഞാൻ ചോദിച്ചിരുന്നു, അപ്പോൾ കുറച്ച് കൂടുതലല്ലേ എടുക്കണേ, അപ്പോൾ അതെങ്ങനെ റേറ്റ് പറയും എന്ന് പറഞ്ഞു. അത് ശരിയാണ് കേട്ടോ. അപ്പോൾ അവർ കാരണം എന്ന് പറഞ്ഞാൽ അത് വിൽക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് റേറ്റ്. അപ്പോൾ അവർക്കത് പറയാനായിട്ട് ഉള്ളൊരു ബുദ്ധിമുട്ടുണ്ട്. അപ്പോൾ എൻ്റെ ചാനലിൽ എല്ലാവർക്കും റേറ്റ് അറിയാനൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആണ്. അതെനിക്കറിയാം കേട്ടോ. സോറി. അതുകൊണ്ട് അതാണ് കായൽ. അവരൊക്കെ ഇരുന്ന് ചായയും പലഹാരവും ഒക്കെ കഴിക്കുന്നു. അതുകൊണ്ട് കായൽ. തിരുവനന്തപുരം ജില്ലയിലെ ചിറയൻകീഴ് താലൂക്കിലെ ഒരു കടലോര ഗ്രാമമായ അഞ്ചുതെങ്ങിൽ ഈസ്റ്റ് ഇന്ത്യ കമ്പനി 1695 കെട്ടിയ ഒരു കോട്ടയാണ് അഞ്ചുതെങ്ങ് കോട്ട. ഈ കാണുന്നത് കായലാണ്, മറു സൈഡിൽ കടലുമാണ് കേട്ടോ. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് വ്യാപാര ആവശ്യത്തിന് വേണ്ടി ആറ്റിങ്ങൽ മഹാറാണി കൽപ്പിച്ചു നൽകിയ ഒരു പ്രദേശമാണ് ഇത് കേട്ടോ.
ആറ്റിങ്ങൽ റാണി ബ്രിട്ടീഷ് ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് അഞ്ചുതെങ്ങിൽ ഒരു ഫാക്ടറി പണിയാൻ 1684 അനുവാദം നൽകി. 1690 ഇവിടെ ഒരു കോടതി പണിയാനുള്ള അനുവാദവും ലഭിച്ചു. കോട്ട പണിതത് 1695 ഇംഗ്ലണ്ടിൽ നിന്നെത്തുന്ന കപ്പലുകൾക്ക് സിഗ്നൽ നൽകാനാണ് കോട്ട ഉപയോഗിച്ചിരുന്നത്. ഈസ്റ്റ് ഇന്ത്യ കമ്പനിക്ക് മലബാർ തീരത്ത് ലഭിച്ച ആദ്യത്തെ സ്ഥിരം താവളമായിരുന്നു ഈ കോട്ട. അതാണ് ചന്ത കേട്ടോ അവിടെ. ഇത് കായൽ. അഞ്ചുതെങ്ങ് ചന്ത. വർക്കലയ്ക്കൊക്കെ അടുത്താണ് ഈ ചന്ത വരുന്നത്. ഇവിടെ പച്ചക്കറിയൊന്നും കണ്ടില്ല, മീൻ മാത്രമേ കണ്ടോളൂ. അമ്മച്ചിമാരൊക്കെ മീനൊക്കെ എടുത്ത് അവിടെ ചായയൊക്കെ കുടിച്ച് കൊച്ചു വർത്തമാനമൊക്കെ പറഞ്ഞിരിക്കുകയാണ്. ചായയും പലഹാരം, മുട്ട അവിച്ചത്, ചായ എല്ലാം ഉണ്ട്. എന്റെ അടുത്താണോ ചോദിച്ചത്? യൂട്യൂബ് നമ്മള് ഇങ്ങനെ വീഡിയോ ചെയ്യുമ്പോഴേ അത് അറിഞ്ഞൂടാത്ത ആൾക്കാരുണ്ടല്ലോ, അപ്പൊ അവരിലേക്ക് എത്തും. ഇങ്ങനെ ഒരു ചന്തയുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട്. ഇപ്പൊ നമുക്ക് പലർക്കും അറിഞ്ഞുകൂടാ ഇങ്ങനെ ഒരു ചന്ത സ്ഥലമൊക്കെ ഉള്ളത്. ഇപ്പൊ തിരുവനന്തപുരത്ത് ഇങ്ങനെ ഉള്ളത് പലർക്കും അറിഞ്ഞുകൂടാ. അപ്പൊ അതൊക്കെ ആൾക്കാരിലെത്തും, അതുകൊണ്ട് അറിയും. ഇപ്പൊ അറിയുമ്പോ അവര് ഇവിടെ വന്ന് മീന് വാങ്ങും. പിന്നെ അങ്ങനെ ഒരാൾക്കാരിലെത്തും. അതിനു വേണ്ടിയാണ് എടുക്കണം. ഇവിടെ തന്നെയാണോ സ്ഥലം? ഈ ഏരിയക്കാര്. അഞ്ചുതെങ്ങ്. ആണോ? കളർ കണ്ടപ്പോഴ് കാക്കയ്ക്ക് തൂർണമെന്ന് തോന്നി. ഈ കളർ കണ്ടു കാണൂല കാക്ക. കണ്ടിട്ടുണ്ടാവൂല. കാക്ക തൂറിത്തന്നെ എന്റെ പുറത്തൂടെ. അപ്പൊ അവര് പറയണ ഈ ഉടുപ്പിന്റെ കളറ് കണ്ടുകൊണ്ട് കാക്ക ഈ കളറ് കണ്ടു കാണൂല. അപ്പൊ അങ്ങനെ ചെയ്തതായിരിക്കുമെന്ന്. പാര ഇവിടെ ലേലം വിളി നടക്കുകയാണ്. എന്റെ അടുത്താണോ ചോദിച്ചത്? ഇല്ല മൈക്ക് അത് യൂട്യൂബ് ആണോ? നമ്മള് അറിഞ്ഞൂടാത്ത ആൾക്കാർക്കേ ഈ അവരിലേക്ക് എത്തൂലേ. അപ്പൊ ഇങ്ങനെ ഒരു മാർക്കറ്റ് ഉണ്ട്, അഞ്ചുതെങ്ങിൽ ഇങ്ങനെ ഒരു ചന്തയുണ്ട് എന്നുള്ളത് പലർക്കും അറിഞ്ഞൂടല്ലോ. അപ്പൊ അവരിലെത്തും. അത്രേ ഉള്ളൂ, അത്ര ഉദ്ദേശിക്കുന്നു. ഇല്ല വേറെ ഒരു കുഴപ്പമില്ല. ആ മാമ എൻ്റെ അടുത്ത് ചോദിക്കുന്നു എന്തിന് വീഡിയോ എടുക്കണത്, എന്തെങ്കിലും പ്രശ്നം ഉണ്ടാകും. അപ്പം ഞാൻ പറഞ്ഞ് ഒരു പ്രശ്നവും ഇല്ല. നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും നമുക്ക് ട്രിവാൻഡ്രത്ത് നമുക്ക് അറിഞ്ഞൂടാത്ത സ്ഥലങ്ങളുണ്ടാവുമല്ലോ. അപ്പോൾ ഒരു പുതിയ മീൻ കേട്ടോ. ഞാൻ ആദ്യമായിട്ടാണ് ഈ മീൻ കാണുന്നത്. 800 രൂപ
800 രൂപ 800 രൂപ 800 800 800 800 800 1000 വെച്ച് 800 ആയി 600 വിളിക്കണം. നല്ല മീൻ. അപ്പം ഞാൻ പറഞ്ഞു നമ്മൾ വീഡിയോ എടുക്കുമ്പോഴത്തേനും അത് അറിഞ്ഞൂടാത്ത ആൾക്കാരിൽ പലരും എത്തും, ഇങ്ങനെ ഒരു മാർക്കറ്റുണ്ട്, ഇങ്ങനെ ഒരു സ്ഥലമുണ്ട് എന്നുള്ളത്. അപ്പം എങ്ങനെ പറഞ്ഞു, അപ്പം പറഞ്ഞു ആ കുഴപ്പമില്ല. അപ്പം എന്തോ പ്രശ്നം ഉണ്ടായിട്ടാണോ വീഡിയോ എടുക്കണേന്ന് ചോദിച്ചു. അപ്പം ഞാൻ പറഞ്ഞ് ഇല്ല, അങ്ങനൊന്നുമില്ല, ഞാൻ എടുക്കുന്നത് ഇപ്പം എൻ്റെ സ്വന്തം, അവർ വിചാരിച്ച് ഏതോ ചാനലിൽ നിന്ന് വരുന്നതാണെന്ന്. അപ്പം ഞാൻ പറഞ്ഞ് ചാനലിൽ നിന്നൊന്നും വരുന്നതല്ല, ഇത് തിരച്ചിയാണെന്ന് തോന്നുന്നു. തിരച്ചി അതുകൊണ്ട് അവിടെയൊക്കെ ഇരിക്കുന്നു. യൂട്യൂബ് ആ ഓ വീഡിയോ എടുക്കട്ടെ. കണ്ടോ? വീഡിയോയിൽ കണ്ടോ? ആ പേരെന്തോന്നു ചേച്ചിയുടെ പേര്? മേരിയാ? മെഗ്ലിൻ. ആ യൂട്യൂബിൽ വരും. മത്തി ഒരു പെട്ടി 1000. മീന് വാങ്ങിച്ചാ? അമ്മ വാങ്ങിച്ചാ? മീന് വാങ്ങിച്ചാ? പായസം, ചന്തയ്ക്കകത്ത് പായസം ഉണ്ട് കേട്ടോ. ഓ മീൻ എടുത്താ? എടുത്തെടുത്തു. കുറവല്ലേ മീനിന്ന്? മീനില്ല. വെട്ടമുള്ളതുകൊണ്ടല്ലേ? ആ നിലാവുള്ളപ്പോ മീൻ കാണൂല. മീന് കുറവാണ്. ആ വെട്ടം വേണം. കൊള്ളൂല. പിന്നെ ഈ പെണ്ണുങ്ങളൊക്കെ അരി മേടിക്കല്ലേ, ഓള് പരിശീലനം എടുക്കുന്ന ആൾക്കാരുണ്ട്, അപ്പൊ അവര് വിൽക്കും. ചാള മത്തി ചെറിയ ചാള വരുന്നത്. കാക്കയ്ക്ക് ദൂരം വേറെ ഒരു സ്ഥലവും കിട്ടിയില്ല. എൻ്റെ പുറത്തേ ഉള്ളൂ. എൻ്റെ ഉടുപ്പിലൊക്കെ കാക്ക സാധിച്ചിട്ട് വന്നു.